വിവാദങ്ങൾക്കിടയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയുമായുള്ള ചർച്ചയുടെ പുതിയ റീൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ദില്ലിയിൽ മടങ്ങിയെത്തി. പ്രധാനമന്ത്രി വൻ നിക്ഷേപം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി കാണുന്നില്ലേയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചോദിച്ചു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ദില്ലിയിലെത്തുമ്പോൾ ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിലെ തുടർ ചർച്ചകൾ നടന്നേക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിക്ക് പാർലെ മെലഡി മിഠായി പ്രധാനമന്ത്രി സമ്മാനിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. രാഹുൽ ഗാന്ധി ഇതിനെ ചോദ്യം ചെയ്ത് വിമർശനം ഉന്നയിച്ചതോടെ രാഷ്ട്രീയ തർക്കവും മുറുകി. സാമ്പത്തിക രംഗത്ത് കൊടുങ്കാറ്റ് അടിക്കാനിരിക്കുമ്പോൾ നരേന്ദ്രമോദി റീലിട്ട് സമയം കളയുന്നു എന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. എന്നാൽ മെലോണി നൽകിയ സ്വീകരണത്തിന്റെയും മിഠായി സമ്മാനിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇന്നും സമൂഹമാധ്യമങ്ങളിൽ മോദി പങ്കുവച്ചു. ഇറ്റാലിയൻ സന്ദർശനം വൻ വിജയം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മോദി പുതിയ വീഡിയോ പങ്കുവച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 15 ദശലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ടത്. ഇന്ത്യയിൽ 1,80,000 കോടി നിക്ഷേപിക്കാമെന്ന് ഇറ്റലി അറിയിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ന് ആഞ്ഞടിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്ന രാഹുൽ ഗാന്ധി വിദേശത്തു നിന്നും കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യാനും നിക്ഷേപം സ്വീകരിക്കാനും നരേന്ദ്രമോദി ഒപ്പുവെച്ച കരാറുകൾ കാണുന്നില്ലേയെന്ന് ജയശങ്കർ ചോദിച്ചു. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തതാണോ എന്ന ചോദ്യവും ജയശങ്കർ ഉയർത്തുന്നു. മോദി സാമ്പത്തിക പ്രതിസന്ധിയെ ഗൗരവമായി കാണുന്നില്ല എന്ന വാദം കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് മറ്റന്നാൾ ദില്ലിയിലെത്തും. ഇന്ത്യ US വ്യാപാര കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലടക്കം ചർച്ചകൾ നടക്കുമെന്നാണ് സൂചന.